അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ ദസൂക്കി തരീഖത്തിനെ കുറിച്ച് ലളിതമായി എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ചെറിയൊരു അന്വേഷണം നടത്തി. അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം സമസ്ത ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് തീരുമാനം പറയണമെന്നായിരുന്നു എക്കോ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മൂപ്പർക്ക് അതിനൊന്നും നേരമില്ല. പിന്നെ സമസ്ത പറയണത് കേൾക്കാൻ വേണ്ടി നിൽക്കാനും നേരമില്ല. മൂപ്പരന്നെ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കേൾക്കാം. എന്നിട്ട് അത് കേട്ടതിന് ശേഷം ഇതിന് മറുപടി പറയേണ്ടത് നമ്മളല്ല, ഇതിൽ കൂടിയ ഈ കാണുന്ന ആളുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കക്കാട് ത്വരീഖത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് മൂപ്പരൊന്ന് പറയട്ടെ. ഇവരുടെ ആസ്ഥാനമാണ് മിസ്റിൽ. അവിടെ പോയ ആളുകളാണ് 3 വ്യത്യസ്തരായ ആളുകളായിട്ട് ഞാൻ സംസാരിച്ചു. അതിൽ നമുക്കൊക്കെ അറിയാം, പഴയകാലത്ത് ഇത് AP ഭാഗം പറഞ്ഞിരുന്നതാണ്. ക്ലീൻ സേവ്, അങ്ങനെ ഒരുപാട് സ്ത്രീകളെ കൈകൊടുക്കൽ, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതാണ് ഈ തരീഖത്തുമായി ബന്ധപ്പെട്ട്. അതിലതൊക്കെ നിലനിൽക്കുന്ന വിഷയമാണ്. ഒന്നത് ഇപ്പോഴും തെളിഞ്ഞതാണെന്ന് അർത്ഥം. ഞാൻ സംസാരിച്ച വ്യക്തി അവിടെ കണ്ട് അനുഭവിച്ച വ്യക്തിയോടാണ് ഞാൻ സംസാരിച്ചത്. രണ്ടാമത്തത്, ഇതിൽ സ്വർണ്ണാഭരണം ഇടുന്നതിനെ കുറിച്ച്, സ്വർണ്ണാഭരണം ധരിക്കാറുണ്ട് ഇവരുടെ ഷേഖ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഷേഖിന് വിലായത്ത് കിട്ടുന്ന സമയത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പോലും. അപ്പോൾ ഒരു മനുഷ്യന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിലായത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ആ കള്ളുകൂടി സ്ഥിരമായിട്ട് തുടരാം എന്ന് ആണോ എന്ന് ഞാൻ സംശയിക്കണം. പിന്നെ രണ്ടാമത്തത്, ഈ ഷെയ്ഖ് എഴുന്നള്ളി വരുമ്പോൾ, അതായത് ഷെയ്ഖ് ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായി ഷെയ്ഖ് വരും. കടന്നു വരുന്ന സമയത്ത് സ്ത്രീകൾ, അതായത് നമുക്കറിയാം അറബി രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മിസ്റിലൊക്കെ ഒരു പെണ്ണുങ്ങളൊരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾ കാണാം. ഒരു ശബ്ദം ഉണ്ടാക്കും, കൈ വെച്ചിട്ട് ഇങ്ങനെ തൊള്ളനെ അവിടെ വെച്ചിട്ടൊരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ശബ്ദം അത് അവരുടെ സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ് ഈ പരിപാടി. ഇങ്ങനെയാണ് ആ ഷെയ്ഖിനെ അവിടെ അവരെതിരേൽക്കാറുള്ളത് സ്ത്രീകൾ. പിന്നെ സ്ത്രീകൾ ഹസ്തദാനം ചെയ്യുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരാളുമായി ഞാൻ സംസാരിച്ച് പറഞ്ഞ് ആ വ്യക്തിയും ആ വ്യക്തിയുടെ മാതാവും അവിടെ പോയിട്ടുണ്ട് മിസ്റിൽ പോയപ്പോൾ. പിന്നെ ആ പോയ സ്ത്രീ വളരെ നല്ല സ്ത്രീയാണ്, കയ്യൊറ വരെ ഇട്ടിട്ട് പോയ ആളാണ്. അവിടെ ചെന്നപ്പോൾ കണ്ടത് സ്ത്രീകൾക്ക് ഹസ്തദാനം കൊടുക്കുന്നതാണ്, സ്ത്രീകൾക്ക് കൈ കൊടുക്കുന്നുണ്ട് പോലും. പിന്നെ ആ സ്ത്രീയും ആ കുട്ടി അങ്ങോട്ട് പോയിട്ടില്ല, ആളും അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ വേറൊരാൾ ഈ ഷേഖിനെ കാണാൻ വേണ്ടി, അതായത് അവിടുത്തെ ഷേഖിനെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഷേഖിൻ്റെ അടുത്തേക്ക്, അതായത് പഴയ കാലത്ത് മരണപ്പെട്ടു പോയ ആൾ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് വേറെ 1-2 കടമ്പകൾ കിടക്കാനുണ്ട് പോലും. അപ്പോൾ ആ കടമ്പൻ്റെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ പ്രതിമ ഉണ്ടാക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചു പോലും. 2-3 പണ്ഡിതന്മാരാണ് പോയത്. അതിലൊരു പണ്ഡിതനുമായി ഞാൻ സംസാരിച്ചത്. പ്രതിമ ഉണ്ടാക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു പോലും. അപ്പോൾ തെറ്റാണ് എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, സുലൈമാൻ നബിൻ്റെ കാലത്ത് അങ്ങനെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇവരുടെ പരിപാടി ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഒരു ആത്മീയ സംതൃപ്തി കിട്ടും എന്നുള്ള തരത്തിലാണ് ഇവരുടെ സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടി തന്നെ പിന്നെ വലിയ ഷേഖിനെ കാണേണ്ട താല്പര്യമില്ല എന്ന രീതിയിൽ അവർ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പല വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ സ്ത്രീകൾ പുരുഷന്മാരും തുല്യരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പോൾ പോയ വ്യക്തി മനസ്സിലാക്കിയത് തൊടുന്നതിന് വിരോധമില്ല എന്ന രീതിയിലായിരിക്കാം എന്നുള്ള വ്യാഖ്യാനം എനിക്ക് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇനി സത്യസന്ധമായി ഞാൻ സംസാരിച്ച അവിടെ പോയ വ്യക്തികളുമായി ആർക്കെങ്കിലും ഇതിൽ പെട്ട ആളുകൾക്ക് സംസാരിക്കണമെങ്കിൽ അതിന് ഞാൻ അവസരം ഉണ്ടാക്കി തരാം. എന്നിട്ട് നേരിട്ട് ബന്ധപ്പെടുക, ഞാൻ അവരെ നേരിട്ട് സംസാരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, സ്വർണ്ണാഭരണം ധരിക്കൽ. രണ്ടാമത്തത് ക്ലീൻ സേവ്, പെണ്ണുങ്ങൾക്ക് ഹസ്തദാനം കൊടുക്കൽ, സ്ത്രീകളെ മജ്ലിസിൽ വെച്ചിട്ട് അത് അട്ടഹസിക്കുക, ഷെയ്ഖ് വരുമ്പോൾ അട്ടഹസിക്കൽ. ഇതെന്തൊരു തരീഖത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദീനിനെന്ത് മാനദണ്ഡമാണ് ഇതിന് നൽകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പ്രത്യക്ഷമായ ന്യൂനതകളായി തന്നെ അവശേഷിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ തെറ്റിദ്ധരിച്ചിട്ട് ഇതിൽ കൂടിയ ആളുകളുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചിട്ട് പോവുക, നല്ലോണം ചിന്തിക്കുക, ആലോചിക്കുക. പെട്ട ആളുകളുണ്ടെങ്കിൽ നല്ലോണം ഒന്നുകൂടി പഠിക്കുക. അവരോട് എനിക്ക് പറയാനുള്ളതാണ് വിനയപൂർവ്വം. കാരണം ഇതിൽ ആരൊക്കെ കൂടിയിരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നെ ഞാനൊരു ശബ്ദ സന്ദേശം അയക്കേണ്ടി വരുന്നതെന്ന എന്താ പറയുക എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് പല ആളുകൾക്കും പ്രയാസം ഉണ്ടായേക്കാം, ക്ഷമ ചോദിക്കുന്നു. സതുദ്ദേശത്തോടു കൂടിയാണ്. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ആരൊക്കെ കൂടിയിട്ടുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ ഇയാൾ പച്ച നുണ പറയാണ്. ഇയാൾക്ക് അറിയാം ആരൊക്കെ കൂടിയിട്ടുള്ളത് എന്നൊക്കെ. എന്തായാലും ഇതൊക്കെയാണ് മൂപ്പരെ അന്വേഷണത്തിൽ കിട്ടിയ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് സമസ്ത തീരുമാനം പറയണം, അന്വേഷിക്കണം എന്നൊക്കെയാണ്.
അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു സമസ്ത പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം നിലവിൽ അന്വേഷിച്ച് തീരുമാനം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതന്നെ നിങ്ങൾ അംഗീകരിക്കണില്ല. പിന്നെ ഇത് അന്വേഷിക്കാൻ പറയാൻ സമസ്തനോട് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ സ്വന്തം ഗവേഷണത്തിനായിട്ട് എക്കോ തങ്ങൾ ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലിപ്പോൾ നമ്മൾ ഒന്നും പറയുന്നില്ല, കാരണം അതാണ് അച്ചടക്കം, അതാണ് അദബ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത, എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സമസ്ത ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു തീരുമാനമോ അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായമോ അന്വേഷണമോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഈ എക്കോ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ ആളുകൾ ഇതിന് മറുപടി പറയണം. ഇതിൽ ബയ്യത്ത് ചെയ്ത സുബൈർ ഉദവി, ഈ ആസിഫ് ദാരിമി, ആബിദ് ഉദവി തച്ചണ്ണ, ഈ പിന്നെ അബൂബക്കർ ഉദവി, ഓണംപിള്ളി തുടങ്ങിയ ആളുകൾ, ഇവർ ഇതിന് മറുപടി പറയണം. കാരണം ഗുരുതരമായ ആരോപണങ്ങളാണ് എക്കോ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ പുറത്തുവിട്ട ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് ജനങ്ങളെ തെര്യപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങളാണ്. പക്ഷെ മാത്രമല്ല, ഈ ആബിദ് ഉദവിയിലൂടെയും ഈ ആസിഫ് ദാരിമിയിലൂടെയൊക്കെ നിരവധി ആളുകളെ അതിൽ കൊണ്ടുപോയി ചേർത്തിട്ടുമുണ്ട്. പ്രമുഖരായ ആളുകളെയും പ്രമുഖ തറവാട്ടിൽ നിന്നുള്ള ആളുകളെ വരെ അതിൽ കൊണ്ടുപോയി പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു വിശ്വാസധാരയിലുള്ള ആളുകളാണോ, ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണോ, അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണോ എന്നുള്ളത് ഈ ബൈഅത്ത് ചെയ്ത അതിൽ അംഗമായിട്ടുള്ള ആളുകളാണ് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് അവർക്ക് നമ്മൾ വിടുകയാണ് ഈ കാര്യങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി സമസ്ത അഭിപ്രായം പറഞ്ഞതിന് ശേഷം, സമസ്ത ഒരു തീരുമാനം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ആധികാരികമായിട്ട് അതിൻ്റെ വിശദീകരണങ്ങളും മറ്റുമൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിന് മറുപടി പറയേണ്ടതും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും നമ്മളല്ല, ഇതിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഈ പറയപ്പെട്ട ആളുകളാണ്. ഇങ്ങനെയൊക്കെ മോശപ്പെട്ട ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലാണോ നിങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത്? അത്തരം ആളുകളുമായിട്ടാണോ നിങ്ങൾ ബന്ധപ്പെടുന്നത്? അത്തരം ഒരിക്കലും പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ശറഈന് വിരുദ്ധമായ ഷെയ്ഖിനെയാണോ നിങ്ങൾ മുറബ്ബിയായി സ്വീകരിക്കുന്നത്? അത്തരം കേന്ദ്രങ്ങളിലേക്കാണോ നിങ്ങൾ ആളെ റിക്രൂട്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇത്തരം ആളുകളെ പ്രഭാഷണങ്ങൾക്കും മറ്റൊക്കെ വിളിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. ഇവരിതിനൊരു വ്യക്തത വരുത്താത്ത കാലത്തോളം അതിൽ നിന്നൊക്കെ നമ്മളും വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിന് വ്യക്തത വരുത്തേണ്ടത് ഈ പറയപ്പെട്ട ആളുകളാണ്. മാത്രമല്ല, ഹുദവികളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയിട്ടുള്ളത് ഈ ഹുദവികളായ ആളുകളാണ്. അത് അവരിൽ നിന്ന് കിട്ടിയ വിവരം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു തരീഖത്തിനെതിരെ ശക്തമായ ക്ലാസ്സുകളും മറ്റൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, 100% ഉറപ്പായ ഒരു കാര്യം, ബഹാവുദ്ദീൻ ഉസ്താദ് ഇതിന് എതിരാണ് എന്നുള്ളതാണ്. ഈ കക്കാട് തരീഖത്തിനെതിരാണ്. അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ അത് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ക്ലാസ്സുകളിലും മറ്റൊക്കെ എതിർത്ത് സംസാരിച്ച ആളാണ്. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് വരെ സംഘടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഹജ്ജിന് പോകുന്നതിന് മുന്നായിട്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ എക്കോ അടക്കമുള്ള സുഹാബികൾ ഇപ്പോൾ 2 തട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇത്തരം ആളുകളെയൊക്കെ ആണോ നിങ്ങളുടെ കൂടാരത്തിലുള്ളത്? ഇങ്ങനെ ഉസ്താദിനനുസരിക്കാതെ കള്ളത്തുരീക്കത്തുകളിൽ പോകുന്ന ആളുകളാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്നതിന് എക്കോ തന്നെ മറുപടി പറയണം. മാത്രമല്ല, ഈ കാണിക്കപ്പെട്ട ആളുകളൊക്കെ ഇതിന് മറുപടി പറയണം. നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പലപ്പോഴും സമസ്തയെ ധിക്കരിച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണ്. അവരൊക്കെ കള്ളപ്പരുന്തുകൾ റാഞ്ചി പോകും എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണിത്. നോക്കൂ നിങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات